ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ കളങ്കാവൽ റിലീസ് നീട്ടിയത് എന്തുകൊണ്ട്? ഈ ഒരു ചോദ്യത്തിന് പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. OTT-യിൽ മമ്മൂട്ടിക്ക് ധൈര്യം പോരാ. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഇറക്കുന്ന പുതിയ കഥ കൂടിയാണ്. വേറെയൊന്നുമല്ല, ഇച്ചാക്കയുടെ സ്വന്തം ലാലുവിന് ഇക്കുറി സംസ്ഥാന അവാർഡ് കിട്ടണമെങ്കിൽ ഇച്ചാക്കയുടെ ഈ പടം വരരുത് എന്നുള്ളതാണ്. അതിന് ഇച്ചാക്ക ആ ഒരു പടമെടുത്ത് ജനുവരിയിലേക്ക് വിടുകയാണോ? ഇതൊരു ചോദ്യമായിട്ട് തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത് നമുക്കറിയാം, തുടരുമെന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഇക്കുറി മോഹൻലാലിന് സംസ്ഥാന അവാർഡ് നേടാനുള്ള ചാൻസുകൾ ഏറെ തന്നെയാണ്. അതായത് 2025 സിനിമകൾ, അതായത് 2026 ഇറങ്ങുമ്പോൾ സംസ്ഥാന അവാർഡിലേക്ക് ലക്ഷ്യം വെക്കുകയാണ്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2024 സിനിമയ്ക്ക് മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് നേടാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 25-ലും ഒരു സൈഡിൽ മമ്മൂട്ടി ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. അതായത് കളങ്കാവൽ, അടുത്ത വർഷം അടൂരിൻ്റെ സിനിമയുണ്ടെങ്കിൽ 27-ലും മമ്മൂട്ടി ഉണ്ടാകുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കുകയാണ്, അങ്ങനെ പോവുകയാണെങ്കിൽ തുടരെ മമ്മൂട്ടിക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഒഴിവാക്കിയിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. ഇന്ന് കളങ്കാവലിൻ്റെ റിലീസും കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ച ഒരു കാര്യത്തിൽ നമുക്കൊരു കാര്യം കൂടെ കാണാൻ കഴിയുന്നു. സിനിമ സെൻസറിങ്ങുമൊക്കെ കഴിഞ്ഞ ഒരു കാര്യം. ഒരു പക്ഷേ അടുത്ത വർഷത്തേക്കാണ് പോകുന്നതെങ്കിൽ വീണ്ടും ഒരു സെൻസറിങ്ങും കൂടെ സിനിമയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് മാറും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇക്കൊല്ലം ഇക്കുറി മലയാളത്തിൽ അങ്ങനെ മത്സരിക്കാൻ മമ്മൂട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. എങ്ങാനും ഈ വർഷമാണ് അതിൻ്റെ സെൻസറിങ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യം വെറുതെ ആയി പോകും എന്നുള്ളത് ഉറപ്പാവുകയാണ്. ഇനി മമ്മൂട്ടി മോഹൻലാൽ അടുപ്പങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. തുടക്കം മുതലേ ഇവർ വലിയ രീതിയിലുള്ള അടുപ്പത്തോടെ സൂപ്പർ താരങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ കുറേ മണ്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിയുണ്ടാക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്ന, തുടക്കം മുതൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം വന്നിരുന്നത്. ഇവർക്ക് മുകളിലേക്ക് വളരുന്ന ഒരാളെയും നമ്മൾ കണ്ടിരുന്നില്ല. കാരണം ഇവർ അത്ര ശക്തമായിട്ട് തന്നെയായിരുന്നു ആദ്യം മുതലേ പോകുന്നത്. പല പ്രൊഡക്ഷൻ കമ്പനികളും ഇവർ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ പല സിനിമകളിലും മമ്മൂട്ടി ഗസ്റ്റ് റോളിലും മോഹൻലാൽ ഗസ്റ്റ് റോളിലുമൊക്കെ വന്നിരുന്ന ആദ്യകാല സിനിമകളിലെല്ലാം ഇവരുടെ പ്രൊഡക്ഷനിൽ തന്നെയാണ് കൂടുതലും, അല്ലെങ്കിൽ ഇവരുടെ മേൽക്കോയ്മയുള്ള പ്രൊഡക്ഷനിൽ തന്നെ വന്നിരുന്നു എന്നുള്ളതാണ്. അതും IV ശശി പോലെയുള്ള വമ്പൻ ഡയറക്ടർമാരുടെ ഒപ്പമായിരുന്നു എന്നുള്ളതും ഓർക്കുക. തുടർന്ന് ഈ ഇത്ര വർഷങ്ങളിലും 10-45 വർഷങ്ങളിലും ഇവരുടെ ഒരുമ തന്നെയാണ് ഇക്കാലം ഇത്രയും ഇവരെ സൂപ്പർ താരങ്ങളായിട്ട് നിലനിർത്തുന്നതും മറ്റൊരാൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരാൻ കഴിയാത്തതും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊക്കെ ഉപരി ഇവരുടെ സ്കില്ല് തന്നെയാണ്. അതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്ന അത് തന്നെയാണ്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ സ്കില്ലിനൊപ്പം പിടിച്ചു നിൽക്കാൻ വേറെ ഒരു നടനും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യവുമായിട്ട് മറ്റൊരു കാര്യവും കൂടെ. എന്തായാലും അങ്ങനെ ഒരു കാര്യങ്ങളിൽ പോകുമ്പോൾ ഇവർ തമ്മിലുള്ള അടപ്പവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ചോദിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും നിങ്ങളുടെ മറുപടി ഒന്ന് നോക്കുകയാണ്. ഈ OTT-യുടെ ഡീലും കാര്യങ്ങളുമൊക്കെ ഉള്ള രീതിയിലുള്ള കഥകൾ വരുന്നുണ്ട്. ഇനി മമ്മൂട്ടിക്ക് മാത്രമേ ഉള്ളൂ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരു ഭയം. അതായത് ബാക്കിയുള്ള സിനിമകൾക്കൊന്നും ഇവിടെ ഇലക്ഷൻ ബാധകമല്ലേ, അല്ലെങ്കിൽ സ്കൂൾ അവധി അല്ലെങ്കിൽ പെരുന്നാൾ, ഇതൊന്നും ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. വിലായത് ബുദ്ധയും എക്കോയും ഒക്കെ ഇറക്കി വിട്ടില്ല. വിജയിക്കാനുള്ള പടം വിജയിച്ചോളും, പരാജയപ്പെടാനുള്ളത് പരാജയപ്പെട്ടോളും. അതിപ്പോൾ എത്ര തലകുത്തി മറിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. മലയാളത്തിൽ 10, 200, 250, 80 സിനിമകൾ ഇറങ്ങുന്നിടത്ത് 5, 6 സിനിമകളാണ് വിജയിക്കുന്നത്. ഇത് ആദ്യമായിട്ടുള്ള കാര്യമല്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും തുടർച്ചയായിട്ടൊന്നും ഇവിടെ വലിയ വിജയങ്ങളൊന്നും ഉണ്ടാകാറുന്നില്ല. വല്ലപ്പോഴുമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ 3-4 വർഷമൊക്കെ അതിനൊരു പ്രതിഭാസം പോലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാകാം. പിന്നീട് താഴേക്ക് പോരുന്നതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇവർക്ക് മാത്രമാണ് അത്രയും റേഞ്ചിൽ തന്നെ നിൽക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറയാം, ഈ കളങ്കാവലിൻ്റെ റിലീസ് മാറ്റാനുള്ള കാരണം അത് തന്നെയാണോ? ഇച്ചാക്കയ്ക്ക് ലാലുവിനോടുള്ള ഇഷ്ടം, ഇച്ചാക്കയുടെ ലാലുവിന് സംസ്ഥാന അവാർഡ് നേടാനാണോ, അതോ ഇച്ചാക്കയുടെ പടത്തിന് OTT പോവാത്ത കൊണ്ടാണോ എന്നൊക്കെയുള്ളതെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഇതൊരു രസകരമായ സംവാദമായി കാണുക. ഒപ്പം കമൻസുകളും നല്ല ലെവലിലുള്ള കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ചിരിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന കമൻസുകളുമായിട്ട് വരിക. ഗ്രേറ്റ് മീഡിയാസ്.